സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പൊതുമേഖലാ സ്ഥാപനമായ കോട്ടയത്തെ ട്രാവൻകൂർ സിമന്റ്സിന്റെ ഭൂമി വിൽക്കാൻ ഗൾഫ് പത്രത്തിൽ പരസ്യം നൽകി മാനേജ്മെന്റ്. ശമ്പളം ഉൾപ്പെടെ മുടങ്ങിയ പശ്ചാത്തലത്തിലാണ് എറണാകുളം കാക്കനാട്ടെ ഭൂമി വിൽക്കാൻ ആഗോള ടെൻഡർ വിളിച്ചത്. 33 കോടി രൂപയുടെ കടബാധ്യതയാണ് കമ്പനിക്ക് ഉള്ളത്. കാക്കനാട് വാഴക്കാലയിലുള്ള 2.79 ഏക്കർ ഭൂമി വിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥലം വിറ്റ് ബാധ്യത തീർക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചെങ്കിലും വാങ്ങാൻ ആരും തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വിദേശ മലയാളികളെയും റിയൽ എസ്റ്റേറ്റ് കമ്പനികളെയും ലക്ഷ്യമിട്ട് ഗൾഫ് പത്രത്തിൽ പരസ്യം നൽകിയത്. പാട്ടക്കുടിശ്ശിക, നികുതി കുടിശ്ശിക, വിരമിച്ച ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യം എന്നിവയടക്കം 33 കോടിയോളം രൂപയുടെ ബാധ്യതയാണുള്ളത്. അതേസമയം സർക്കാർ സഹായം നൽകി ഭൂമി നിലനിർത്തണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സാഹചര്യം കമ്പനിയുടെ മുന്നോട്ടുള്ള ദൈനംദിന പ്രവർത്തനത്തിൽ പോലും നിലനിന്നിരിക്കുന്നൊരവസ്ഥയാണ്. കാരണം ഗവൺമെന്റിന് സഹായം കിട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ചെയർമാൻ, MD, ട്രേഡ് യൂണിയന്റെ മറ്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളെല്ലാം മന്ത്രിയെ പോയി കാണുകയും ചെയ്തപ്പോൾ നിങ്ങൾ സ്ഥലം വിറ്റിട്ട് അതും വിറ്റ് ബാധ്യത തീർക്കും, എന്നിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സഹായം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ട്രേഡ് യൂണിയനാണെങ്കിൽ പോലും. 1946 നിലവിൽ വന്ന ട്രാവൻകൂർ സിമന്റ്സ് വൈറ്റ് സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയായിരുന്നു. 2000 വരെ ലാഭത്തിലായിരുന്ന സ്ഥാപനം ഫർണസ് ഓയിൽ വിലയും വൈദ്യുതി നിരക്കും വർദ്ധിച്ചതോടെയാണ് പ്രതിസന്ധിയിലായത്. വൻകിട കമ്പനികളുടെ വിപണി പ്രവേശനവും ബാധിച്ചു. വൈറ്റ് സിമന്റ് ഉൽപ്പാദനത്തിനുള്ള വെള്ള ക്ലിങ്കർ ഇറക്കുമതി ചെയ്യുന്നതും നഷ്ടത്തിന് വഴിതെളിച്ചു. 24 കോട്ടയം.